ഇത് നമ്മൾ കൊല്ലം ജില്ലയിൽ ഓച്ചിറയിലുള്ള പ്രയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അതിമനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീടിൻ്റെ ഗേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു CNC ഷീറ്റും ഒരു HPL ഷീറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അധികം വെയിറ്റ് വരാത്ത രീതിയിൽ വെയിറ്റ്ലെസ് ആയിട്ടാണ് ഈ ഒരു ഗേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കോമ്പൗണ്ട് വാളിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കോമ്പൗണ്ട് വാൾ നോർമലി കാണുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ കുറച്ച് പോർഷൻ വരെ ബ്രിക്ക് വർക്കും അതിനപ്പുറം മുകളിലേക്കുള്ള ഹൈറ്റിലേക്ക് ജാളി വർക്കുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ടെറാക്കോട്ട ജാളിയാണ് ഈ ഒരു പോർഷൻസിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അകത്തേക്ക് കട്ട് ചെയ്ത് വന്നിരിക്കുന്ന പോർഷനടിയിൽ പ്രൊഫൈൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈവനിങ്ങിൽ നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു പോർഷനിൽ കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഈ ഗേറ്റ് കടന്നകത്തേക്ക് വരുന്ന പോർഷനിൽ കോബിൾ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെയിറ്റ്ലെസ് ആണ്. ഗേറ്റ് അധികം വെയിറ്റ് ഇല്ലാത്ത ഗേറ്റ് ആയതുകൊണ്ട് തന്നെ അനായാസം തുറക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ തന്നെ കോബിൾ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോബിൾ സ്റ്റോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടും ഒരു പ്രീമിയം ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ കോബിൾ സ്റ്റോൺസിൻ്റെ പേവിങ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അകത്തേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് തന്നെ മെയിൻ പേവിങ് ഏരിയ യൂസ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺസ് ആണ്. ബാംഗ്ലൂർ സ്റ്റോൺസ് 3/1.5 സൈസും വിത്ത് കടപ്പ സ്റ്റോൺ സ്ട്രിപ്പുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നോർമലി എല്ലായിടത്തും കണ്ടുവരുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് ഗ്രാസ് ഒഴിവാക്കിയിട്ടുള്ള ഒരു വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിനോട് ക്ലൈൻറ്റിന് അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു മോഡലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വന്നത്. കാര്യം ഈ ഒരു പോർഷനിൽ കടപ്പ സ്റ്റോൺസിൻ്റെ ഒരു ബ്ലാക്ക് ലൈനിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു കോൺട്രാസ്റ്റ് ഈ ഒരു വർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷനിൽ അത്യം കലാത്തിയ ലൂട്ടിയ പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലയൻറ്റിൻ്റെ ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഈ ഒരു പോർഷൻ. അപ്പോൾ ബെഡ്റൂം സ്പേസിൽ നിന്ന് ഡയറക്റ്റുള്ള ഒരു വ്യൂ കട്ടാകാനും കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ കിട്ടാനും കൂടിയാണ്. കാര്യം ഡയറക്റ്റായിട്ട് നമുക്ക് റോഡ് സൈഡാണ് ഈ ഒരു പോർഷൻ. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ നിന്ന് ഒരു ഡയറക്റ്റ് വ്യൂ കിട്ടാത്ത രീതിയിൽ കലാത്തിയ ലൂട്ടിയാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം തിക്കായിട്ട് പ്ലാന്റ് ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബേസ് കവറായിട്ട് നമ്മൾ സ്പാഡർ ലില്ലി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് യുജീനിയ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ യുജീനിയ പ്ലാന്റ്സ് ഇന്നലത്തെ മഴയിൽ അത്യാവശ്യം വെയിറ്റ് താങ്ങാതെ ഒന്ന് ചാഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ല രീതിയിലൊരു ഷോ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 3 യുജീനിയ പ്ലാന്റ് നമ്മൾ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അകത്തുനിന്ന് ലിവിങ് സ്പേസ് ആണ്. അപ്പോൾ ലിവിങ് സ്പേസിൽ കർട്ടൻസ് മാറ്റുമ്പോൾ തന്നെയും കുറച്ച് അധികം നല്ല തിക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഡാഫ് ടൈപ്പ് കലാത്തിയ ലൂട്ടിയാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പോർഷനിൽ കുറച്ച് പ്രൈവസി ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വലിയ കലാത്തിയ പ്ലാന്റ്സും ഇവിടെ കുറച്ച് ഡാഫ് ടൈപ്പ് കലാത്തിയ പ്ലാന്റ്സുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ കാർപോർച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയൽ കാർപോർച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ട്യൂബ്സൊക്കെ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന 8x8 ഇഞ്ചിൻ്റെ ട്യൂബ്സ് വെച്ചാണ് ഈ ഒരു പോർഷനിൽ ഒരു V ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ലോഡ് താങ്ങാനായിട്ട് ബാക്ക് സൈഡിൽ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. യൂസ് ചെയ്തിരിക്കുന്നത് V ബോർഡാണ്. V ബോർഡ് വെച്ചിട്ടാണ് ഈ ഒരു സീലിംഗ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വലിയ കോസ്റ്റ് വരാത്ത രീതിയിൽ നമുക്കൊരു കാർ പോർച്ച്, എന്നാലും നല്ല ഭംഗിയോടുകൂടി ഒരു കാർ പോർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മോഡലിലൊക്കെ നമുക്ക് കാർ പോർച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു സ്റ്റോൺ ഏരിയ നമുക്ക് ഈ കാർ പോർച്ചിലേക്ക് കയറി വരുന്ന രീതിയിലാണ് ഈ ഒരു പോർഷനിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്കുള്ള വിശേഷങ്ങൾ കാണാം. ഈ ഒരു പോർഷനിൽ സിറ്റ് ഔട്ട് വരുമ്പോൾ തന്നെ ഒരു വളരെ വലിപ്പം കുറഞ്ഞ ഒരു ചെറിയ സിറ്റ് ഔട്ടാണ് ഈ ഒരു പോർഷനിൽ ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ ഒരു എക്സ്റ്റൻഡഡ് സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് ലപ്പോത്ര ഗ്രാനൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ അകത്ത് ഒരു വുഡൻ ഷെയ്ഡുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു മെയിൻ എൻട്രൻസിലേക്ക് വരുമ്പോൾ തന്നെ വളരെ മിനിമലായിട്ട് ഗ്രൂപ്പ് പാറ്റേൺസ് ഫോളോ ചെയ്തിരിക്കുന്ന ഒരു ടീക്കൂട്ടിൽ തീർത്തിരിക്കുന്ന ഒരു മെയിൻ ഡോറാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ഹാൻഡിൽ പ്രൊഫൈൽസ് ആയാലും ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഹാൻഡിൽ പ്രൊഫൈൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ ചെറിയൊരു ഇടനാഴി പോലെ ഒരു ശകലം പോർഷൻ തിരിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ലിവിങ് സ്പേസിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസിൽ ഒരു നല്ലൊരു കോർണർ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഈട്ടി കളറിലൊക്കെ വരുന്ന രീതിയിലുള്ളൊരു ടീപ്പോയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ വരുന്ന രീതിയിലാണ് ഈ ഒരു പോർഷനിൽ ഒരു 4 വിൻഡോസ് വന്നിരിക്കുന്നത്. ആ ഒരു പോർഷൻ തന്നെ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ട് അത്യാവശ്യം ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലോറിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡൻ പ്ലാങ്ക് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ പ്ലാങ്ക് ടൈൽസ് അതും ഒരു പ്രത്യേക പാറ്റേണിലാണ് ഇവിടെ ലേ ചെയ്തിരിക്കുന്നത്. ഒരു ആരോ ഷേപ്പിൽ, ഒരു ഡയഗണൽ ഷേപ്പിലൊക്കെയാണ് ഈ ഒരു പോർഷനിലെ ലേയിങ് പോയിരിക്കുന്നത്. ഒരു ചെറിയ വളരെ മനോഹരമായ ചെറിയൊരു TV യൂണിറ്റാണ് ഈ ഒരു പോർഷനിൽ ചെയ്തിരിക്കുന്നത്. അതൊക്കെ പ്ലൈ കൊണ്ടാണ് ഈ ഒരു TV യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. വളരെ മിനിമലായ ഒരു TV യൂണിറ്റാണ് ഈ ഒരു പോർഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ വിശാലമായിട്ടാണ് ഈ ഒരു സ്പേസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത്. കാര്യം ഇവിടെ ഡയറക്റ്റ് നമ്മൾ ലിവിങ്ങിൽ വരുന്നു. ലിവിങ്ങിൽ നിന്ന് എന്നാൽ വ്യൂ ഉള്ളത് തന്നെ രീതിയിലാണ് ഈ ഒരു പോർഷനിലെ ഡൈനിങ് സ്പേസ് വരുന്നത്.
ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ ചെറിയ ഒരു ഡൈനിങ് സ്പേസ് ആണ്. ഒരു സൈഡിൽ ഒരു ബെഞ്ച് മോഡലും മറ്റൊരു സൈഡ് ചെയേഴ്സും കൊടുക്കുന്ന രീതിയിൽ വളരെ ചെറിയൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കസ്റ്റമൈസ് ചെയ്ത് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിളാണ്. ഈ ഒരു വർക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം എന്താ പറയണ്ടേ, നല്ലൊരു ഭംഗി ഇതിനകത്ത്, ഒരു ട്രഡീഷണൽ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡൈനിങ് ടേബിളിൽ. ഒരുപാട് വലിപ്പമുള്ളതല്ല, ഒരു 4 ചെയറും ഒരു സൈഡിലൊരു ബെഞ്ചും വരുന്ന രീതിയിലാണ് ഈ ഒരു പോർഷനിൽ ഡൈനിങ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയറും ഇൻഡസ്ട്രിയൽ സ്റ്റെയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റെയറിൻ്റെ അണ്ടറിൽ തന്നെ സ്പേസ് മാനേജ് ചെയ്ത് പരമാവധി ഒതുക്കിയാണ് ഈ ഒരു പോർഷനിൽ വാഷ് യൂണിറ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കിവിടെ ഒരു മോഡുലാർ കിച്ചൺ കാണാൻ സാധിക്കും. അതൊരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു കളർ കോംബോ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഒലിവ് ഗ്രീൻ വിത്ത് വൈറ്റ് എന്നുള്ളൊരു കോമ്പിനേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ കിച്ചൺ വോളായിട്ട് കൊടുത്തിരിക്കുന്നത് മൊറോക്കൻ ടൈൽസാണ്. അത്യാവശ്യം നല്ല ഭംഗിയോടുകൂടിയാണ് ഈ ഒരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു കിച്ചണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോമ്പാക്ട് സൈസ്ഡ് ആണ് ഈ ഒരു കിച്ചൺ. അധികം വലിപ്പം കൊടുത്തിട്ടില്ല. എല്ലാ അമ്യൂണിറ്റീസും നമുക്ക് അടുത്ത് തന്നെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസിങ് വന്നിരിക്കുന്നത്. ഒരു യു ഷേപ്പ് കിച്ചണാണ്. ഈ ഒരു പോർഷനിലാണ് ഇവിടുത്തെ ബർണർ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ഫേബർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ചിമ്മിനിയും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രിഡ്ജ് ആണെങ്കിലും ഇവിടുത്തെ വാഷ് യൂണിറ്റ് ആണെങ്കിലും നമ്മുടെ എന്താ പറയണ്ടേ കുക്കിംഗ് യൂണിറ്റ് ആണെങ്കിലും എല്ലാം തൊട്ടടുത്ത് തന്നെയാണ്. പരമാവധി നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പോർഷനിൽ കിച്ചൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പം ഈ കിച്ചൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വർക്കിംഗ് കിച്ചണും കൂടി നമുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർഷനിലേക്കുള്ള വീഡിയോസ് നമ്മൾ ജസ്റ്റ് അവോയ്ഡ് ചെയ്യുകയാണ്. കാര്യം ഓൾറെഡി താമസമുള്ള ഒരു വീടായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പരിമിതികളുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു പോർഷൻ ഒഴിവാക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡൈനിങ്ങിൽ നിന്നും ഈ ഓപ്പൺ കിച്ചണിൽ നിന്നും പരമാവധി വ്യൂ കിട്ടുന്ന ഒരു സ്പേസാണ് ഈ ഒരു കോർട്ട്യാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു കോർട്ട്യാർഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത്രയും വലിയ വൈഡറായിട്ട് ഒരു UPVC വിൻഡോ ഈ ഒരു പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. UPVC ഡോറ് തുറന്നതിന് ശേഷം നമ്മൾ ഇറങ്ങി വരുന്നത് ഒരു ചെറിയൊരു വരാന്ത സ്പേസിലേക്കാണ്. ഈ വരാന്ത സ്പേസ് നമ്മുടെ ഈ ഒരു വിശാലമായ കോർട്ട്യാർഡിന് അഭിമുഖീകരിച്ചാണ് ഈ ഒരു വരാന്ത സ്പേസ് വരുന്നത്. ഇവിടെ ഒരു ചാരുകസേര, പഴയ മോഡൽ ഒരു ചാരുകസേരയും കാര്യങ്ങളൊക്കെ ക്ലയൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം റിലാക്സിംഗ് ആയിട്ട് ഈ ഒരു സ്പേസിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാര്യം വീട്ടിൽ നിന്ന് കാര്യം നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ പരമാവധി ഒരു വ്യൂ നമുക്ക് ഈ ഒരു കോർട്ട്യാർഡിൻ്റെത് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. കോർട്ട്യാർഡിൽ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ഒരു ചെമ്പകമാണ്. അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു ചെമ്പകമാണ് ഈ ഒരു പോർഷനിലെ ഹൈലൈറ്റ്സ് എലമെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോട്ടയിൽ ഒരു സൈഡ് പോർഷൻസിലെല്ലാം പെബിൾ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. പെബിൾ സ്റ്റോൺസ് അത്യാവശ്യം എന്താ പറയണ്ടേ ഗ്രീനറിയും കൂടി ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു വോളിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പോർഷനിൽ ഹെലിക്കോണിയ പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. പേവിങ് സ്റ്റോൺസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് താണ്ടൂർ സ്റ്റോൺസ് ആണ്. താണ്ടൂർ സ്റ്റോൺസിൻ്റെ പേയ്മെൻറ്റ്സ് ജസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. കോട്ടയാടിനെ പരമാവധി വീട്ടിലേക്ക് ബ്ലെൻഡ് ചെയ്ത് നിർത്താനായിട്ടാണ് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ നാച്ചുറൽ ഗ്രാസ് തന്നെയാണ്. കാര്യം ആർട്ടിഫിഷ്യൽ ഗ്രാസ് എന്നൊരു സംഭവം നമ്മൾ ഈ ഒരു വീട്ടിൽ യൂസ് ചെയ്തിട്ടേ ഇല്ല. എല്ലാ പോർഷനിലും നാച്ചുറൽ ഗ്രാസും കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ മാക്സിമം ഒരു തണുപ്പും കാര്യങ്ങളും വീടിനുള്ളിലേക്ക് കിട്ടാനാണ് ഈ ഒരു കോട്ടയാടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു കോട്ടയാടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ നിന്ന് തന്നെ നമ്മുടെ ഫ്രണ്ട് സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു കോട്ടയാടിലേക്ക് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു സ്പേസ് അവർക്കൊരു കണക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനൊരു മോഡലിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ലാൻഡ്സ്കേപ്പിൽ നിന്ന് തന്നെ നമ്മുടെ ഫ്രണ്ട് യാർഡിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ജസ്റ്റ് പേവിങ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ നടന്നിട്ട് നമുക്ക് ഈ ഒരു കോട്ടയാട് സ്പേസിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നമുക്ക് ഈ താഴത്തെ 2 ബെഡ്റൂംസ് കൂടി നമ്മൾ കാണാനുണ്ടായിരുന്നു. നമുക്ക് അതുകൂടി ഒന്ന് കാണാം. ഈ ലിവിങ് റൂമിനടുത്തും പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറി കിച്ചൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് പൂജാ റൂം വരുന്നത്. പൂജാ റൂം എന്നൊരു കോൺസെപ്റ്റ് നമുക്കിവിടെ പറയാൻ സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോർഷനിൽ ഒരു ചെറിയൊരു കട്ടിൻ ചെയ്തിട്ടൊരു പോർഷൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു റൂം എന്നുള്ള രീതിയിൽ അടച്ച് മുറിയല്ല വരുന്നത്. എങ്കിൽ പോലും അത് നല്ല മനോഹരമായിട്ട് ഒരു ചെറിയൊരു പൂജാ സ്പേസ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പൂജാ സ്പേസിന് സൈഡിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിലേക്ക് നമുക്ക് നോക്കാം. ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു പോർഷനിൽ ഡയറക്റ്റ് കയറി വരുന്ന പോർഷനിൽ തന്നെ നമുക്കൊരു ബാത്റൂമിൻ്റെ സ്പേസ് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ചെറിയൊരു ഇടനാഴി പാസ് ചെയ്തിട്ടാണ് ബെഡ്റൂമിനകത്തേക്ക് വരുന്നത്. അപ്പം ഇതിവിടുത്തെ എന്താ പറയണ്ടേ മകൻ്റെ ബെഡ്റൂമാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു പോർഷനിൽ അത്യാവശ്യം ഒരു കട്ടൺ സ്പേസും കാര്യങ്ങളും ഒരു ജനലും കാര്യങ്ങളും ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്.
വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്പേസ് മാനേജ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു പോർഷനിൽ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈൽസാണ് ഇവിടുത്തെ ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസർ യൂസ് ചെയ്യാതെയാണ് ഈ ഒരു പോർഷനിൽ ടൈല് പേവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്പേസർ യൂസ് ചെയ്ത് പേവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് ടെക്നിക്കലി നോക്കുമ്പോൾ. ഒരു ടൈലിൻ്റെ ഒരു കൺട്രാക്ഷനും ഒരു എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഹീറ്റ് വേരിയേഷൻ സമയത്ത് സംഭവിക്കുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇവിടെ സ്പേസർ യൂസ് ചെയ്യാതെയാണ് സീംലെസ് ആയിട്ടാണ് ഈ ഒരു പോർഷനിലൂടെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു ടൈലിങ് കാണാനായിട്ടാണെങ്കിലും. ഇതിൻ്റെ ഒരു ജോയിൻസോ കാര്യങ്ങളോ ഒന്നും വളരെ എന്താ പറയണ്ടേ കാണാൻ തന്നെ സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മുടെ ഡൈനിങ്ങിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിശാലമായിട്ട് ഒരു പിച്ച് റൂഫ് തന്നെ സീലിങ്ങിൽ തന്നെ പിച്ച് റൂഫ് കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒട്ടും തന്നെ സീലിംഗ് ഇപ്പോൾ വേണമെങ്കിൽ കസ്റ്റമറിന് ഇവിടെ സീലിംഗ് ചെയ്തിട്ട് ഇത് ഒഴിവാക്കി എടുക്കാൻ വേണ്ടി ഒരു സ്ലാൻഡിങ് റൂഫ് ആണെന്നുള്ളത് മനസ്സിലാവാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ വളരെ മനോഹരമായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ. ആ ഒരു റൂഫിൻ്റെ സ്ട്രക്ചർ അതുപോലെ തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് സീലിംഗ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം പ്ലൈവുഡിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡാണ് ഈ ഒരു സ്പേസിലുള്ളത്. നമുക്ക് ഈ റൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂമിൽ ഒരു ഡോർ സ്പേസ് വരുന്നുണ്ട്. ഒരു UPVC ആണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ സ്പേസ് എന്തിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർ ആക്സസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇൻ കേസ് രാത്രിയിൽ അധികം ലേറ്റ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ പോലും ഈ ഒരു റൂം ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാര്യം ഇവർക്ക് ഇവിടെ ഈ ഒരു കീ കാര്യങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ഈ റൂമിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ബെനിഫിറ്റ്. അതുപോലെ തന്നെ നമുക്കിവിടെ വാർഡ്രോബ്സ് ആണെങ്കിലും വളരെ മിനിമലായിട്ട് ചെറിയ ഒരു വാർഡ്രോബ് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ആ വാർഡ്രോബ് ഒന്ന് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ എന്താ പറയണ്ടേ സിമ്പിൾ സ്ലീക്ക് ലുക്കാണ് ഈ ഒരു വാർഡ്രോബിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഹെഡ് ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഈ വിൻഡോ വരുന്നത് നല്ലൊരു ഭംഗിയായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു പോർഷനിൽ കട്ടൻസ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എക്സ്റ്റീരിയറിലുള്ള ലാൻഡ്സ്കേപ്പിനെ മാക്സിമം ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കലാത്തിയ ലൂട്ടിയ പ്ലാന്റ്സൊക്കെ കുറച്ച് ഹൈറ്റിൽ വളർന്നു കഴിയുമ്പോൾ ഈ ഒരു കട്ടൺ റിമൂവ് ചെയ്തിടുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതാണ്. അപ്പം ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊരു ബാത്റൂമാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫൈബർ ഡോഴ്സും കാര്യങ്ങളാണ് ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിരിക്കുന്ന ഫൈബർ ഡോർസ് ഒക്കെയാണ്. അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വാഷ് കൗണ്ടർ യൂണിറ്റ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈൽസ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കാവിങ് ടൈൽസാണ് ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഡാർക്ക് കളറിലുള്ളൊരു കാവിങ് ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വെറ്റ് ഏരിയ ചെറിയൊരു ലെവൽ ഡിഫറൻസ് നമ്മുടെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളതല്ലാതെ ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നോർമലി എല്ലാവരും ഗ്ലാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബാത്റൂമിൽ വെറ്റ് ഏരിയ ഡിവൈഡ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ഒരു ടൈലിങ്ങിൽ തന്നെ ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു പോർഷനിൽ ചെയ്തിരിക്കുന്നത്. അതിന് കോസ്റ്റ് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് വരും നമ്മൾ ഈ ഒരു പോർഷനിൽ ഒരു ഗ്ലാസ് വോൾ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു കോസ്റ്റ് ഇവിടെ റെഡ്യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എന്താ പറയണ്ടേ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെറാഡയാണ് ടോപ്പ് ഷവറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരു എന്താ പറയുക ടൈലിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ ഇതിനകത്ത് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഭംഗി അറിയാൻ സാധിക്കുള്ളൂ. ഒരു കാർവിങ് ടൈല് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഗ്രിപ്പും കിട്ടുന്നുണ്ട്. മാത്രമല്ല നല്ലൊരു ഭംഗിയും ഈ ഒരു പോർഷനിൽ കാർവിങ് ടൈലിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് അടുത്ത മുറിയിലെ വിശേഷങ്ങൾ കാണാം. സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ഒരു ബ്രിഡ്ജ് സ്പേസ് പോലത്തെ ഒരു ഏരിയ ആണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഇവിടെ നമുക്ക് മുകളിൽ 2 മുറികളാണ് ഈ ഒരു വീട്ടിലുള്ളത്. ഈ ഒരു സ്റ്റെയറിൻ്റെ പോർഷനിൽ തന്നെ നമുക്ക് താഴെ നമുക്ക് ഡൈനിങ് കാണാം. ഈ ഒരു പോർഷനിൽ നല്ലൊരു സിമ്പിളായിട്ടൊരു ഷാൻലിയർ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഡെക്കറേറ്റീവ് ലൈറ്റിങ് ഈ ഒരു പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതും ടീക്ക് വുഡിൽ കവർ ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ഒരു റെയിൽസ്. അതുപോലെ തന്നെ മറ്റുള്ള പോർഷൻസൊക്കെ സ്ക്വയർ ടൂബ്സിൽ 1/2 ഇഞ്ച് ബൈ 1/2 ഇഞ്ചിൻ്റെ സ്ക്വയർ ടൂബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ കണ്ടതിലും വ്യത്യസ്തമായിട്ട് ഒരു ലീനിയർ പാറ്റേണിലാണ് ഇവിടെ ടൈൽസ് പേവ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ കണ്ടത് ഒരു ഡയഗണൽ പാറ്റേൺ ആണെങ്കിൽ ഈ ഒരു പോർഷനിൽ വേസ്റ്റേജ് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലീനിയർ പാറ്റേണിലാണ് ഈ ഒരു പോർഷനിൽ ടൈല് പേവ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ മൊത്തത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാങ്ക് ടൈൽസാണ്. കാര്യം ഏതൊരു പോർഷനിൽ ബെഡ്റൂംസ് ആണെങ്കിലും ലിവിങ് റൂം ആണെങ്കിലും എല്ലാ പോർഷനിലും യൂസ് ചെയ്യുന്നത് ഒരേ ഒരു ഡിസൈൻ കോൺസെപ്റ്റാണ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ചെറിയ ബെഡ്റൂമാണിത്. ഈ ഒരു ബെഡ്റൂമിലും നമ്മൾ സെയിം പാറ്റേൺ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ ഇവിടുത്തെ ഒരു ലൈനിങ്ങും പാറ്റേൺസും നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ കോംബോ ആയിട്ടാണ് ഈ ഒരു പോർഷനിലെല്ലാം ഡിസൈൻസും കാര്യം അലൈൻമെൻറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ്സ് ആണെങ്കിൽ തന്നെ വളരെ കളർഫുൾ അല്ലാതെ വളരെ നോർമൽ ഓഫ് വൈറ്റ് കളേഴ്സിലാണ് ഈ ഒരു പോർഷനിൽ വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത്. സ്പേസ് മാനേജ്മെൻറ്റ് നല്ല ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ഒരു ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ
ഈ ബേ വിൻഡോ ഉള്ളതുകൊണ്ട് തന്നെ റൂമിൻ്റെ സ്പേസ് നമുക്ക് വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ നോർമലി ഇവിടെ ഈ ഒരു വോള് തീരെയായിരുന്നെങ്കിൽ നമുക്ക് റൂം ഒരു കുറച്ചുകൂടി ഇടുങ്ങിയ റൂമായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഈ ഒരു ബേ വിൻഡോ പോലത്തെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റൂം സ്പേസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ സ്ലീക്ക് ആയിട്ടുള്ളൊരു ഹെഡ് ബോർഡാണ് ഈ ഒരു ബെഡ്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡിലാണ് ഈ ഒരു ബെഡ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ ഡിസൈൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാത്റൂം ആണെങ്കിൽ തന്നെ അത്യാവശ്യം എന്താ പറയണ്ടേ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല സ്പേഷ്യസ് ബാത്റൂമാണ് കേട്ടോ. നമുക്ക് സ്പേസസ് ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും കാര്യങ്ങളും കൊടുക്കാവുന്ന രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഡ്രസ് യൂണിറ്റ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബാത്റൂംസിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് താഴെ നമ്മൾ കണ്ട ബാത്റൂമിനേക്കാളും കുറച്ച് വെറൈറ്റിയാണ് ഈ ഒരു ബാത്റൂം. കുറച്ചുകൂടി കളർ തീമാണെങ്കിലും ലൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഭംഗിയായിട്ടുണ്ട്. കാര്യം നോർമൽ ഉണ്ടായിരിക്കുന്ന കളേഴ്സിനേക്കാളും വ്യത്യസ്തമായിട്ട് ഒരു ബ്ലാക്ക് തീമാണ് ഇവിടെ ഫിറ്റിങ്സിനും കാര്യങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഫ്ലോറിങ്ങിലാണ് ഡിവിഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു ഹൈറ്റ് ഡിഫറൻസ് കൊടുത്തിട്ട് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൗണ്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. വാഷ് കൗണ്ടേഴ്സും കാര്യങ്ങളും ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. മാം ഒരു 4 മാസത്തോളം ആയിട്ടുണ്ടല്ലോ നമ്മുടെ ലാൻഡ്സ്കേപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ മാമിന് ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? നമ്മുടെ ഡീലിങ്സും കാര്യങ്ങളും എങ്ങനെയായിരുന്നു നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവന് ഫീൽ ചെയ്തിട്ടുള്ളത്? ഞാൻ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും മനോഹരമായ രീതിയിലാണ് ആദിത്യ ഒരുക്കി തന്നിരിക്കുന്നത്. ചെടികളും എല്ലാം നന്നായിട്ട്, അതുപോലെ തന്നെ പരിചരണം പറയുന്ന സമയത്ത് തന്നെ അവർ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എത്തുന്നുണ്ട്. ഗ്രാസ് കട്ട് ചെയ്യുന്നതിനായാലും വളവിടുതെല്ലാം വളരെ സന്തോഷമുണ്ട്. താങ്ക് യു മാം. നമുക്ക് മാമിൻ്റെ എന്തെങ്കിലും റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ കാര്യങ്ങളോ നമ്മുടെ ഒരു പ്രൊജക്റ്റ് സജസ്റ്റ് ചെയ്യുമോ? തീർച്ചയായും സജസ്റ്റ് ചെയ്യും. ഓക്കെ, ഹാപ്പി ടു സീ. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങളാണെങ്കിലും അതുപോലെ ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ പേജിന് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുപോലെ മനോഹരമായ ലാൻഡ്സ്കേപ്പും വീടുകളുമായിട്ടുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.